ആലോചിക്കാൻ പോയിട്ടുണ്ട്. യൂട്യൂബിൽ വരൂടാ. സ്പൈക്ക് പണ്ണ് യെസ്. അങ്ങനെ ഇപ്പോൾ സമയം എത്രയായി? 8 മണിയായി. ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തത് മേ ബി 10-11 മണിയായി കാണാൻ തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ടോൾ ഗേറ്റിൽ വെച്ചിട്ട് ഈ ലിഫ്റ്റ് കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ പോയി കേട്ടോ. ടോൾ ഗേറ്റിൽ ആളുകളെല്ലാം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. ക്യാമറ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് വെച്ച് വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹൂ ആർ യു, നീ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇവിടുത്തെ അങ്ങനെ ആൾക്കാരാണെന്ന് ഇങ്ങനെ കാണിച്ചു. വാട്ട്സ് യുവർ പ്രോബ്ലം? പറഞ്ഞു ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ, ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഞാൻ ഫോണിൽ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് വീഡിയോ എടുക്കൽ, ഒരു ക്യാമറ കാണും, ഞങ്ങളെ വീഡിയോ എടുത്തിട്ട് തൊന്തരവ് പണ്ണാതിരിക്കുന്നതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊന്തരവ് പണ്ണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരേ പ്രശ്നം. രണ്ടുപേരും കൂടെ ഇറങ്ങി വന്ന് ലാസ്റ്റ് എന്നെ കണ്ടിട്ട് എന്തോന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല ഇതിലാണ് നിന്ന കേട്ടോ. നമ്മളിങ്ങനെയൊന്നും വിട്ടു കൊടുക്കത്തില്ല, നമ്മളതിനെ ഫൈറ്റ് ചെയ്തതിന് എന്താണ് പ്രശ്നം, ഇതേ പറ്റത്തുള്ളൂ, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ഫ്രണ്ടിലോട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതായി, പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പം അങ്ങനെയാണ് ഈ ലിഫ്റ്റ് കിട്ടുന്നത്. ഇവിടെ ഇതാണ്. അപ്പോൾ ആ പുള്ളി എന്നെ ഇവിടെ ഇറക്കി വിട്ടു കേട്ടോ. ഇതുവഴിയാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ഇറക്കി വിട്ട് ഇപ്പോൾ ഈ കൊടൈക്കനാലിലോട്ട് ഇവിടുന്ന് ഇനി 83 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇനി ബസ്സല്ല, ഇനി ലോറി കിട്ടുമോ നോക്കാം. കിട്ടാൻ പാടാണ്, താഴെ വരെ പോകത്തില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ. വെറ്റലഗുണ്ടിൽ നിന്ന് പിന്നെ നെല്ലലിയോ അങ്ങനെ വേറെ സ്ഥലമുണ്ട് കേട്ടോ. 7-14. പിന്നെ അവിടെ നിന്നാണ് കൊടൈക്കനാൽ പോകുന്നതാണ് പറഞ്ഞത്. എന്തായാലും ഇവിടുന്ന് 83 കിലോമീറ്റർ ഉണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ അനദർ വെഹിക്കിൾ. കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും അവിടെ ഒരു കടമുറികൾ പോലത്തെ ഒരു വെട്ടം കാണുന്നുണ്ട്, അവിടെ പോകേണ്ടി വരും. നോക്കാം, ട്രൈ ചെയ്യാം. എന്താ വരട്ടെ. അങ്ങനെ രാജ്കുമാറിനെ കിട്ടിയാട്ടോ ലൈറ്റ്. ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചാണ് കേട്ടോ അവൻ്റെ. അവൻ അത്ഭുതം, ഞാൻ ലിഫ്റ്റ് കേട്ട് വരുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ ഫുള്ളാ കംപ്ലീറ്റ് പണി. ഇപ്പൊ കൊടൈക്കനാൽ ഇതൊക്കെ കിട്ടിയാട്ടോ. കാശില്ല ലിഫ്റ്റ്. നീ എന്നാ പண்ற? ചെറുക്കൻ തിരിച്ചു വന്ന കേട്ടോ. എന്നെ പല്ലവെട്ടിയിൽ ഇറക്കാന്ന് പറഞ്ഞത്. പോയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നിന്നെയാണ്. അങ്ങനെ അവ എത്തി. വളരെ ഹാപ്പി. താങ്ക് യുടാ. പല്ലവെട്ടി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഇരിക്കടാ? പല്ലവെട്ടി 3 കിലോമീറ്ററാ? ഓക്കേടാ. ഓക്കെ. എത്ര റേറ്റ് എത്ര? 45. ഒരു 3 പിൻ മേടിക്കണം കേട്ടോ. ഞാൻ 3 പിൻ മേടിക്കാൻ വിട്ടുപോയി. 3 പിൻ മേടിക്കട്ടെ. ഓക്കെ. എൻ്റെ ക്യാമറയിൽ சொல்கிறேன். ഓക്കെ. 3 പിൻ. ഇതിൻ്റെ അഡാപ്റ്റർ ഇല്ലാണോ? അഡാപ്റ്റർ ഒരേ മൾട്ടിപ്ലഗ് 2-3 ചേർ അല്ലല്ലോ, ഒരു പിന്നട കണക്ട് പണുന്നു. പേരെന്താ? ഇതാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ അത്യാവശ്യമാണ് കാര്യം. ഞാൻ എടുക്കാൻ പറഞ്ഞു, വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ പ്ലഗ് മേടിച്ചത്. സംഭവം ഇന്നിനിപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. കാര്യം ലിഫ്റ്റ് രാത്രി കിട്ടത്തില്ല, പാടാണ്. അപ്പം ഒരു കാര്യം ചെയ്യാം, ടെൻ്റ് എവിടെയെങ്കിലും അടിക്കണം, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, വിശക്കുന്നുണ്ട്. കടകളൊന്നുമില്ല. ഓക്കെ. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടോ? പക്ഷേ ഇതില്ല കേട്ടോ. എന്നാൽ ഓക്കെ. അപ്പം എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരുമോ എന്നറിയില്ല. നിർത്താം. നാളെ എന്താ രാവിലെ ഇഷ്ടം പോലെ ലിഫ്റ്റ് കിട്ടും, കണ്ടമാണ് ലിഫ്റ്റ് കിട്ടും. പക്ഷേ ഇത് എവിടെ കിടക്കുമെന്നാണ് അറിയാതെ. എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി നോക്കാം, എന്താണ് അടുത്ത പരിപാടി. ഓക്കെ. അപ്പോൾ ഉള്ള ഭാഗം ഇതാണ്. ഇവിടെ നിന്നാണ് എടാ ഇവിടെ ഏതാവത് ദോശ കിട്ടുന്ന കട കിടക്കുമാ?
എങ്കേടാ എന്താ പച്ച ഗ്രീൻ കളർ ലൈറ്റ് ആ ഓക്കെ ആ ബ്ലൂ കളർ ബോർഡാണോ நியர்லி போட்டிட்டாங்கடா லைட் எடுத்துக்க மண்டல் அது மீன் கடைடா இல்லடா அது ஆமாடா நான் எங்க கூட அந்த வண்டி தான் இருக்குறல ப்ரோ வண்டி வேன்ல இருக்குறோம் ഓക്കേടാ பக்கத்துல இருக்கு ഓക്കെ പോട്ടെ என்ன ப்ரோ இங்க கடைக்கு ഇല്ലടാ ഒരു പ്ലഗ് മേടിക്കാൻ വന്നേ ഞാൻ കൊടൈക്കനാൽ പോരാ கடை தான் നിന്റെ കട அந்த கடை முன்னாடி எங்க கடை முன்னாடி இந்த வீடியோ எடுத்துருக்கு വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനൊരു പ്ലഗ് മേടിക്കാറിങ്ങനെ കണക്ടർ മേടിക്കാറ് പോട്ടെടാ ഓക്കെ താങ്ക് യു ചെക്കന്മാരാണ് കേട്ടോ കണ്ടിട്ട് ഓടി വന്നേ പോയി അവൻ്റെ കടയാണത് ഈ ഒരു കട നല്ലതാണെന്നാണ് പറഞ്ഞത് ഈ കടയ്ക്ക് ഒരു ദോശ സാപ്പിടാം അണ്ണാ ദോശ എടുക്കാം ആ അങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഹൈ പിള്ളേരൊക്കെ ഇളകി തോന്നുന്നുണ്ടോ വീഡിയോ എടുക്കുന്നത് യൂട്യൂബില് ആ എന്നാ ദോശ എടുക്കാം എന്നാ വേല പഠിക്കുന്നതാ എங்கே എത്രല് യു 9th ഗുഡാണോ കേരള ലിഫ്റ്റ് കേട്ട് നടന്ന് കൊടൈക്കനാൽ പോറേ ആ നിന്നെ വീഴും ട്രാവൽ വിത്ത് തോഫി പേരെന്നാ സുരേന്ദ്ര ബോസ് ഇതിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ വരുമാ നിങ്ങൾ വരും നീ വരും ഇവൻ വരും കഴിച്ചാ സാപ്പിട്ട ഓക്കെ ബൈ ബൈ ചെക്കന്മാരാണ് കേട്ടോ വരട്ടെ ദോശ കിട്ടി കേട്ടോ ദോശയുടെ ഇത് റെഡിയായി വാഴയിലേക്കകത്ത് മരുന്തി പോയോ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം ഓക്കെ ആലോചിക്കാൻ പോയിട്ടുണ്ട് യൂട്യൂബിൽ വരൂടാ സ്പൈക്ക് പണ്ണ് യെസ് എന്തേ ഇന്ന ആൾക്കാരെവിടെ ദോശ എത്തിയോ സാപ്പിട്ടാ என்னண்ணா சாம்பாரா கொஞ்சம் போகுது ഒരു ഓംലേറ്റും കൂടി അതെ സാമ്പാർ ഓക്കെ എന്നെ അടുത്ത ആഴ്ച വരും கொடைக்கானல் போய் சுற்றி பார்த்து பின்னாடி அப்லோட் பண்ணும் அப்போ நீ യൂട്യൂബിൽ വരും ഓക്കെ എൻ്റെ കൂട്ടുകാരത്തൊക്കെ കാണിക്കണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാണിക്കണം എൻ്റെ വീഡിയോ യൂട്യൂബിൽ വന്നിരിച്ചെന്ന് പറഞ്ഞാൽ നീ എത്രല്ല പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഗുഡ് ഇതാറ കട ട്രാവൽ വിത്ത് തൗഫി ഇതാരുടെ കട ഇത് ആരുടെ കട നിന്റെ കടയാ പല്ലവെട്ടി ആ ഓക്കെ മലയാളം നിനക്ക് തെരിയുമാ മലയാളം തെരിയുമാ ഇല്ലേ
അതെന്നാ தெரியாത്ത അങ്ങനെ ഒരു ഓംലേറ്റും കൂടെ പറഞ്ഞു കേട്ടോ. വീണ്ടും എത്തി. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. பெருசாக்கி മെമ്മറി കാർഡ് പോട്ട് ഫോണിൽ എഡിറ്റ് പണിയിടും. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിഞ്ഞാട്ടോ. ചെക്കനുണ്ട്. ഗുഡ് ബോയ് ആണ് കേട്ടോ. ഗുഡ് ബോയ് നല്ല ഇറക്കനാണ് കേട്ടോ. നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള ചെറുക്കൻ. അടിപൊളിയാണ് കേട്ടോ. കിടപ്പൻ. ഗുഡ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം കേട്ടോ. അങ്ങനെ ഇവിടെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഈ കടയിൽ 60 രൂപയായി. അതുപോലെ ഓടി ചാർജ് 32% ഉള്ളൂ. അത് ഫുള്ള് കയറാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തിയിട്ടേക്ക് പോകണം കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം അവിടെ. നമ്മൾ വെറും ഒരു ദിവസം കൊണ്ടാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു 80 കിലോമീറ്റർ അടുപ്പിച്ചെത്തി. ഇനി 80 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. അപ്പം അത്രയും ഫാസ്റ്റായിരുന്നു നമ്മുടെ യാത്ര കേട്ടോ. ഓക്കെ, ടോട്ടൽ 400+ കിലോമീറ്റർ വരുന്ന സംഭവം നമ്മൾ പെട്ടെന്ന് ഓടിയെത്തി. ഇവിടുന്ന് രാത്രി ആയതുകൊണ്ടാണ്. രാവിലേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എപ്പോഴും എത്തി. അതാണ് ഇവൻ ഓട്ടക്കാരനാണ്. ഓട്ടക്കാരൻ ഇറങ്ങി നടക്കുക അവൻ. ബൈക്കർ. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ഈ സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ ഗ്യാസാണ്. ഇതിൽ ചുടുന്ന ഇതിന് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവമാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അടുപ്പിൽ ചെയ്ത് വയ്ക്കും. ഇപ്പം എല്ലാം ഗ്യാസല്ലേ, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. ചാർജർ എടുത്തിട്ട് സ്ഥലം വിടാം. ഓക്കെ, ഫോൺ എടുക്കട്ടെ.